नमस्ते बच्चों, सभी को मेरे हिंदी क्लास में स्वागत है। आज हम कक्षा 7 के इकाई 3 एक डॉट ऐसे भी के ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് കरेंगे. എൻ്റെ ലാസ്റ്റ് സെഷനിൽ ഈ ചാപ്റ്റർ ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇൻറ്റേർണൽ ക്വസ്റ്റ്യൻസ് ആസ് വെൽ ആസ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ആ സെഷനിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടുപഠിക്കണം. ആ സെഷനിൻ്റെ ലിങ്കും ഞാൻ ഈ സെഷനിൽ ആഡ് ചെയ്യുന്നതാകും. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കതിൽ കാണാൻ പറ്റുന്നതാകാം. എൻ്റെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമ്മൾക്ക് ആക്ടിവിറ്റി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ചർച്ച കരേ. ചർച്ച കരേ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ചെയ്യാൻ. ആപ്കോ കഭി ऐसा അനുഭവ ഹുവാ ഹൈ. സ്റ്റോറി വായിച്ചുല്ലോ. അപ്പോൾ ഈ സ്റ്റോറി എന്താ, ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിലാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. आज के सामाजिक संदर्भ में ऐसी घटनाओं की भूमिका क्या है. ഇന്നത്തെ നമ്മുടെ ഒരു സമൂഹത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾക്കുള്ളൊരു പ്രാധാന്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാം. ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് റിപ്ലൈ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ഇൻസിഡൻറ്റ്, ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാം. मेरे जीवन में ऐसी बहुत से अनुभव हैं, पर सबसे यादगार घटना मेरे स्कूल में आयोजित किया गया वो प्रतियोगिता थी जिसके कारण मुझे एक नई पहचान मिली. स्कूल में गाने का प्रतियोगिता आयोजित किया गया था. उसमें प्रथम आने वालों को स्वर्ण पदक और लता मंगेशकर अवार्ड दिया जाने वाला था. मेरे दोस्त जानते थे कि मुझे गाने का बहुत शौक है. मुझे बताए बिना उन्होंने प्रतियोगिता में मेरा नाम रजिस्टर कर दिया. प्रतियोगिता में भाग लेने के लिए जो कुछ चाहिए था उन्होंने सबका इंतज़ाम किया. मुझे इतना हौसला और हिम्मत दिया कि मैंने उस प्रतियोगिता में भाग लिया. मैं प्रथम तो नहीं आई, पर मुझे स्कूल में एक नई पहचान मिली. मेरे दोस्त ऐसा नहीं करते तो कभी मुझे ये आदर और इज्जत नहीं मिलती. हम सभी बहुत स्वार्थी हो चुके हैं. सब इतने व्यस्त हो चुके हैं कि किसी को दूसरे के बारे में सोचने का वक्त नहीं है. दोस्ती रिश्तों के अहमियत को भूलने वाले इस समाज को यह घटना एक महत्वपूर्ण सीख देती है. मेरे जीवन में ऐसे बहुत से അനുഭവ हैं. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത്തരം നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. पर सबसे यादगार घटना मेरे स्कूल में आयोजित किया गया वो प्रतियोगिता था जिसके कारण मुझे एक नई पहचान मिली. പക്ഷേ ഏറ്റവും അവിസ്മരണീയമായ സംഭവം എൻ്റെ സ്കൂളിൽ ആയോജിച്ച, എന്നാൽ അവിടെ സംഘടിപ്പിച്ച ഒരു മത്സരമായിരുന്നു. അതിൽ ആ ഒരു മത്സരമാണ് എനിക്ക് ജീവിതത്തിൽ ഒരു പുതിയ പേര് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി തന്നത്. स्कूल में गाने का प्रतियोगिता आयोजित किया गया था. സ്കൂളിൽ പാട്ട് മത്സരം ഓർഗനൈസ് ചെയ്തിരുന്നു. उसमें प्रथम आने वाले को स्वर्ण पदक और लता मंगेशकर अवार्ड दिया जाने वाला था. അതിൽ വിജയികൾക്ക്, ഫസ്റ്റ് വരുന്നവർക്ക് ഒരു സ്വർണ്ണ മെഡലും പിന്നെ ലതാ മങ്കേഷ്കർ അവാർഡുമായിരുന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. मेरे दोस्त जानते थे कि मुझे गाने का बहुत शौक है. എൻ്റെ കൂട്ടുകാർക്ക് അറിയാമായിരുന്നു എനിക്ക് പാടാൻ വളരെയധികം ഇഷ്ടമാണ്. मुझे बताए बिना उन्होंने प्रतियोगिता में मेरा नाम रजिस्टर कर दिया. എന്നോട് പറയാണ്ട് തന്നെ അവർ ആ കോമ്പറ്റീഷനിൽ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു. प्रतियोगिता में भाग लेने के लिए जो कुछ चाहिए था उन्होंने सबका इंतज़ाम किया.
കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ടായിരുന്നു അതൊക്കെ അവർ അറേഞ്ച് ചെയ്തു. इंतजाम എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്തു. मुझे इतना हौसला और हिम्मत दिया कि मैंने उस प्रतियोगिता में भाग लिया. ആ മത്സരത്തിൽ പങ്കുചേരാൻ എനിക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്ക് അത്രയും അധികം ആത്മവിശ്വാസം തന്നു. ഞാൻ ആ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റും ചെയ്തു. मैं प्रथम तो नहीं आई पर मुझे स्कूल में एक नई पहचान मिली. ഞാൻ ആ പ്രതിയോഗിതയിൽ ഫസ്റ്റ് ഒന്നും വന്നില്ല കേട്ടോ, പക്ഷേ എനിക്ക് ആ സ്കൂളിൽ ഒരു പേര് കിട്ടി, ഒരു ഐഡൻറ്റിറ്റി, പുതിയ ഐഡൻറ്റിറ്റി കിട്ടി. मेरे दोस्त ऐसा नहीं करते तो कभी मुझे ये आदर और इज्जत नहीं मिलती. എൻ്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി അത് ചെയ്തിരുന്നില്ലെങ്കിൽ എനിക്ക് ആ ഒരു ബഹുമാനം ആ സ്കൂളിൽ ഒരിക്കലും ലഭിച്ചിരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഭാഗിൻ്റെ പാട്ടിൻ്റെ ആൻസറാണ് ഇനി. हम सभी बहुत स्वार्थी हो चुके हैं. നമ്മളെല്ലാവരും ഇപ്പോൾ ഭയങ്കര സ്വാർത്ഥരായി കഴിഞ്ഞിരിക്കുന്നു. सब इतने व्यस्त हो चुके हैं कि किसी को दूसरे के बारे में सोचने का वक्त ही नहीं. നമ്മളെല്ലാവരും അത്രയധികം ബിസി ആയി കഴിഞ്ഞു, നമ്മൾക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം തന്നെ ഇല്ല. दोस्ती रिश्तों की अहमियत को भूल चुके हैं. ബന്ധങ്ങളും സൗഹൃദം അതിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ മറന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മറന്നിരിക്കുന്ന ഒരു സമാജ്, ഒരു സൊസൈറ്റിയിലേക്ക് ये घटना एक महत्वपूर्ण सीख देती है. ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾക്ക് നൽകുന്നത്. ഇതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസറായിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം, दौड़ प्रतियोगिता में सभी प्रतियोगियों ने स्वर्ण पदक जीता. इस पर समाचार तैयार करें. ഒരു സമാചാർ എന്നൊരു ന്യൂസ് തയ്യാറാക്കാനാണ് പറയുന്നത്. എന്തിൻ്റെ ബേസിസിലാണ്? ആ ഓട്ട മത്സരത്തിൽ എല്ലാ പാർട്ടിസിപ്പൻസും ഭാഗമെടുത്ത എല്ലാ കുട്ടികൾക്കും ഗോൾഡ് മെഡൽ കിട്ടി. അതിൻ്റെ മുകളിലൊരു സമാചാർ, ഒരു ന്യൂസ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. दौड़ के दौरान दोस्ती की मिसाल देते हुए बच्चे बने स्वर्ण पदक के हकदार. दिल्ली जवाहरलाल स्टेडियम में ओलंपिक खेलों के दौरान घटी एक गजब घटना. ओलंपिक खेलों के दौरान आयोजित किया गया 100 मीटर दौड़ प्रतियोगिता में 9 शारीरिक तौर से विकलांग बच्चों ने भाग लिया. दौड़ के दौरान एक बच्चा गिर पड़ा. उसके बाद जो दृश्य दर्शकों ने देखा वो सबको आश्चर्यचकित करने वाली थी. लड़के के गिरने पर बाकी सभी प्रतियोगियों ने दौड़ना छोड़कर लड़के के पास आकर खड़े हो गए. उसे वापस खड़ा करके उसके आंसू पोंछे. उनमें से एक बच्ची ने उसे गले लगाकर उसे चूमा. फिर सबने एक दूसरे का हाथ पकड़ा और साथ में दौड़ लगाई. दर्शकों के मन में जो सवाल था कि स्वर्ण पदक किसको दिया जाए, उसका हल भी निर्णयकर्ताओं ने शानदार रूप से ढूंढ निकाला. सभी को स्वर्ण पदक सम्मानित किया. यह सब देख दर्शकों की तालियां थमने का नाम ही नहीं ले रही थी. बच्चों ने अपनी मासूमियत से सबको बहुत गहरी सीख थी. എന്താണ് ഹെഡ്ലൈൻ? दौड़ के दौरान दोस्ती की मिसाल देते हुए बच्चे बने स्वर्ण पदक के हकदार. ഓട്ടത്തിനിടയിൽ സൗഹൃദത്തിൻ്റെ ഉദാഹരണം തന്നുകൊണ്ട് കുട്ടികൾ എന്താണ് അവർക്ക് ലഭിച്ചത്? സ്വർണ്ണ മെഡലാണ് അവർ ലഭിച്ചത്. दिल्ली जवाहरलाल स्टेडियम में ओलंपिक खेलों के दौरान घटी एक गजब घटना. ദില്ലിയിൽ ജവഹർലാൽ സ്റ്റേഡിയം, അതിൽ ഒളിമ്പിക് കളിയുടെ ഇടയിൽ ഒരു അത്ഭുതമായ സംഭവമാണ് സംഭവിച്ചത്. ओलंपिक खेलों के दौरान आयोजित किया गया 100 मीटर दौड़ प्रतियोगिता में 9 शारीरिक तौर से विकलांग बच्चों ने भाग लिया. ഒളിമ്പിക് കളിയുടെ ഇടയിൽ ഒരു
100 മീറ്റർ 100 മീറ്റർ റേസ് നടത്തിയിരുന്നു. അതിൽ 9 പാർട്ടിസിപ്പൻസ് ആണ്. അത് എങ്ങനത്തെ കുട്ടികളായിരുന്നു? ശാരീരികമായി വികലത ഉള്ള കുട്ടികളാണ്. അതിൽ 9 കുട്ടികൾ ഭാഗമെടുത്തു എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ദൗഡ് കെ ദൗരാൻ ഏക് ബച്ച ഗിർ പട. ഓട്ടത്തിനിടയിൽ ഒരു കുട്ടി വീണുപോയി. ഉസ്കെ ബാദ് ജോ ദൃശ്യ ദർശകോ നെ ദേഖ സബ്കോ ആശ്ചര്യചകിത് കർനെ വാലി ഥി. അത് കഴിഞ്ഞിട്ട് ഒരു ദൃശ്യം അവിടെ നടന്നു, ഒരു സംഭവം നടന്നു. അതെല്ലാവരും വളരെയധികം അത്ഭുതകരമായിരുന്നു, അല്ലെങ്കിൽ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന ഒരു രംഗമായിരുന്നു അത്. ലड़के के गिरने पर बाकी सभी प्रतिभागियों ने दौड़ना छोड़कर लड़के के पास आकर खड़े हो गए. ആൺകുട്ടി വീണപ്പം ബാക്കി എല്ലാ പാർട്ടിസിപ്പൻസും ഓട്ടം വിട്ടിട്ട് കുട്ടിയുടെ ആ ആൺകുട്ടിയുടെ അടുത്ത് വന്ന് നിന്നു. ഉസേ വാപ്പസ് ഖടാ കർക്കെ, ആ കുട്ടിയെ തിരിച്ച് നിർത്തി, വീണ്ടും എണീപ്പിച്ച് നിർത്തി. ഉസ്കെ ആൻസു പൂഞ്ചെ, ആ കുട്ടിയുടെ കണ്ണുനീരുകൾ ഉപ്പി. ഉസ്മേ സെ ഏക് ബച്ചീനെ, അതിൽ നിന്നൊരു പെൺകുട്ടി ഉസേ ഗലെ ലഗാക്കർ ഉസേ ചൂമ, എന്താ ചെയ്ത പെൺകുട്ടി? കെട്ടിപ്പിടിച്ച് ആ കുട്ടിയെ ഒരു ചുംബനം കൊടുത്തു. ഫിർ സബ്നെ ഏക് ദൂസരെ കാ ഹാത്ത് പക്കട, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? എല്ലാവരുടെയും കൈ കോർത്ത് പിടിച്ച് സാത്ത് മേ ദോടെ, എല്ലാവരും കൂടി ഒരുമിച്ച് ഓടി. സാത്ത് മേ ദോഡ് ലഗായി. ദർശകോ കെ മൻ മേ ജോ സവാൽ ഥ, അത് കണ്ടിട്ട് എല്ലാവരും ഫസ്റ്റ് വന്നു. അപ്പം എല്ലാവരുടെയും അവിടുത്തെ ഇരിക്കുന്ന ഗസ്റ്റുകൾ, അല്ലെങ്കിൽ അത് കാണാനിരിക്കുന്നവർ, അവരുടെ മനസ്സിൽ എന്തായിരുന്നു ചോദ്യം? ഈ എല്ലാവരും ഓടിക്കഴിഞ്ഞാൽ അതിൽ ആർക്കാണ് ഫസ്റ്റ് സ്വർണ്ണ പതക് എന്ന് പറഞ്ഞാൽ ആ സ്വർണ്ണ മെഡൽ ആർക്ക് ലഭിക്കും? ദർശകോ കെ മൻ മേ ജോ സവാൽ ഥ कि स्वर्ण पदक किसको दिया जाए, उसका हल भी निर्णायकों ने शानदार रूप से ढूंढ निकाला. അതിൻ്റെ ഒരു സൊല്യൂഷനും അത് വിധികർത്താക്കന്മാർ നല്ലൊരു രൂപത്തിലാണ് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെടുത്ത്. സഭിക്കോ സ്വർണ്ണ പതക് സമ്മാനിത് കിയ, എല്ലാവർക്കും സ്വർണ്ണ മെഡൽ കൊടുത്ത് എന്താ ചെയ്ത്? ഇവരെല്ലാവർക്കും സ്വർണ്ണ പതക് കൊടുത്തു. യേ സബ് ദേഖ് ദർശകോ കി താലിയാൻ തംനെ കാ നാം ഹി നഹി ലേ രഹി ഥി, ഇതൊക്കെ കണ്ടെന്താ? അവിടെ ഇരിക്കുന്ന പ്രേക്ഷകരുടെ കയ്യടികൾ നിൽക്കുന്നതേ ഉണ്ടായിരുന്നില്ല. ബച്ചോനെ അപ്നി മാസൂമിയത്ത് സെ സബ്കോ ബഹുത് ഗഹരി സീഖ് ഥി, കുട്ടികൾ എന്താണ് അവരുടെ ആ ഒരു നിഷ്കളങ്കതയിൽ നിന്ന് എല്ലാവർക്കും നല്ലൊരു പാഠമാണ് പഠിപ്പിക്കുന്നത്. നല്ലൊരു എഡ്യൂക്കേഷനിൽ നല്ലൊരു ഇൻഫർമേഷൻ, നല്ലൊരു പാഠമാണ് നമ്മൾ അതിൽ നിന്ന് എല്ലാവരും പഠിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? പഠി. ഒളിമ്പിക് ഖേലോं के दौरान एक विशेष दौड़ होने जा रही थी. के दौरान എന്ന് പറയുന്നത് സമയത്ത്. ഒളിമ്പിക് കളിയുടെ സമയത്ത് ഒരു സ്പെഷ്യൽ ഓട്ടം നടക്കാൻ പോകുകയായിരുന്നു. സ്വതന്ത്രതാ സംഗ്രാം കെ ദൗരാൻ ഗാന്ധിജി കേരൾ ആയി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇടയിൽ ആ സമയത്ത് ഗാന്ധിജി കേരളത്തിലേക്ക് വന്നു. അങ്ങനെ തന്നെയാണ് നമ്മളോട് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. താഴെ 2 സെപ്പറേറ്റ് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ കെ ദൗരാൻ എന്ന് ആഡ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ആക്കാനാണ് അത് പറയുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആജ് പ്രേംചന്ദ് ജയന്തി ഹെ, കഹാനി സൃജൻ പ്രതിയോഗിത കാ ആയോജൻ ഹോഗ. ഇന്നെന്താണ്? പ്രേംചന്ദ് ജയന്തിയാണ്. അവിടെ ഒരു പ്രതിയോഗിത, ഒരു കോമ്പറ്റീഷനാണ്. എന്ത്? കഹാനി സൃജൻ പ്രതിയോഗിത, അതാണ് അവിടെ ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് കെ ദൗരാൻ എന്ന് ആഡ് ചെയ്തിട്ട് അതൊരു സിംഗിൾ സെൻറ്റൻസിലേക്ക് മാറ്റണം. നമ്മൾക്കത് എങ്ങനെയൊന്ന് ചെയ്യാൻ കഴിയുക? ഇന്ന് പ്രേംചന്ദ് ജയന്തി, ആ സമയത്ത് പ്രേംചന്ദ് ജയന്തിയുടെ സമയത്ത് ഈ ഒരു പ്രതിയോഗിത, ഈ ഒരു മത്സരം നടക്കാൻ പോകുകയാണ്. അങ്ങനെയാണ് നമ്മൾക്ക് സെൻറ്റൻസ് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾക്കൊന്ന് നോക്കിയാലോ? आज प्रेमचंद जयंती के दौरान कहानी सृजन प्रतियोगिता का आयोजन होगा. അപ്പോൾ പ്രേംചന്ദ് ജയന്തി ഹേ ആയിരുന്നു അവിടെ. അപ്പോൾ ആ ഹേ മാറ്റിക്കളഞ്ഞു നമ്മൾ. പിന്നെ എന്താണ്? आज प्रेमचंद जयंती के दौरान कहानी सृजन प्रतियोगिता का आयोजन होगा. ഇന്ന് പ്രേംചന്ദ് ജയന്തിയുടെ സമയത്ത് കഹാനി സൃജൻ കോമ്പറ്റീഷൻ്റെ അവിടെ നടക്കും എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം ഒന്ന് നോക്കിയേ. രാഷ്ട്രീയ ഖേൽ ഹോനെ വാലാ ഹെ, ദീപ്ശിക പ്രയാൺ കാ ആയോജൻ ഹോഗ. ദേശീയ കായികം നടക്കാൻ പോകുകയാണ്, അതിൽ ദീപ്ശിക പ്രയാണം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളത് കെ ദൗരാൻ അല്ലെങ്കിൽ
സമയത്ത്, ഇടയിൽ എന്ന് വെച്ചിട്ട് ആ സെൻറ്റൻസിനെ എങ്ങനെ ഒന്ന് മാറ്റാം ഒന്ന് നോക്കാം. ഇതെങ്ങനെ എഴുതാൻ പറ്റിയ? രാഷ്ട്രീയ ഖേൽ കെ ദൗരാൻ ദീപ്ശിഖ പ്രയാൺ കാ ആയോജൻ ഹോഗ. ഈ ദേശീയ കായികയുടെ സമയത്ത് ദീപ്ശിഖ പ്രയാണം കൂടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഹോനെ വാല ഹെ അത് നമ്മൾ അവിടുന്ന് മാറ്റും. അത് മാറ്റിയിട്ട് രാഷ്ട്രീയ ഖേൽ കെ ദൗരാൻ ദീപ്ശിഖ പ്രയാൺ കാ ആയോജൻ ഹോഗ. അടുത്ത ചോദ്യമാണ് പഠേ സംജെ, വായിച്ച് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഇതിൽ എന്തിനെ പറ്റിയിട്ടാണ് അവർ എഴുതുന്നത്? മീര, മേരെ, മേരി, അതൊക്കെ ഭയങ്കര ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആദ്യത്തെ? മീര ഭായി പാഞ്ച്വേ ദർസേ മേ ഹെ, എൻ്റെ ബ്രദർ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. തും മേരെ സാത്ത് മസാക് തു നഹീ കർ രേ, നീ എൻ്റെ കൂടെ തമാശ എന്നല്ലല്ലോ പറയുന്നത്. എൻ്റെ ബ്രദർ 5ാം ക്ലാസ്സിലാണ്. മേര, ഓക്കെ, മേരെ, നീ എന്നോട് തമാശ എന്നല്ലല്ലോ പറയുന്നത്. പിന്നെ അടുത്തത് എന്താ? മേരി, തും ഹി മേരി ചിട്ടി മിൽ ഗയി, നിനക്ക് എൻ്റെ ലെറ്റർ കിട്ടിയോ? അല്ലെങ്കിൽ തും മേരി ബാത് കോ ഗലത് സമജ് രഹേ ഹോ, നീ ഞാൻ പറയുന്നത് തെറ്റായ അർത്ഥത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഈ മേര, മേരി, മേരി വെച്ചിട്ടുള്ള വാക്കുകളാണ്, സെൻറ്റൻസ് ആണ് അവർ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അത് ഒന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? സഹി ജോഡെ ബനായ് മാച്ച് ദ ഫോളോയിങ്. അതിൽ ഈ തന്നിട്ടുള്ളതിൻ്റെ സെയിം മീനിങ്സ് കണ്ടെത്തിയിട്ട് അത് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. ആദ്യത്തെ എന്താണ്? സാൽ എന്ന് പറഞ്ഞാൽ ഇയേഴ്സ്, കൊല്ലം. അതിൻ്റെ സെയിം എന്താണ് വരുന്നത്? അത് അവർ ഫസ്റ്റ് താഴെ തന്നിട്ടുണ്ട്, വർഷം, കൊല്ലം തന്നെ. മിത്രത, ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം, അതെന്താണ്? ദോസ്തി. ശുരുവാത്ത്, തുടക്കം, അതിൻ്റെ സെയിം മീനിങ് എന്താണ്? ആരംഭ്. ബാസി, ടേൺ. ഹോഡ്, മത്സരം, ഇതൊക്കെ അതിൻ്റെ മീനിങ് ആണ് സെയിം. അടുത്തത് ആസു, കണ്ണുനീര്, അതെന്താണ്? അശ്രു. ഛോട്ട, ചെറുത്, അതിൻ്റെ സെയിം മീനിങ് ആണ് നൻഹ. മദത് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുക, സഹായത, സെയിം മീനിങ് എന്താണ്? സഹായത. പിന്നെ ഖാസ്, വിശേഷ്, അത് ഫസ്റ്റ് അവിടെ തന്നെ ഉണ്ട്, വിശേഷാണ് സ്പെഷ്യൽ, അപ്പം എന്താണ്? ഖാസ്. നെക്സ്റ്റ് സ്നേഹം, പ്യാർ. വിചിത്ര, യുണീക്ക്, ഒരു വിചിത്രമായ എന്ന് പറയില്ലേ, അനോഖ. പിന്നെ പ്രശ്ന, ചോദ്യം. സവാൽ, രോഗ്, രോഗം, ബീമാരി. നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. സാൽ, വർഷ്, മിത്രത, ദോസ്തി, ശുരുവാത്ത്, ആരംഭ്, വിശേഷ്, ഖാസ്, ബാസി, होड, आंसू, अश्रु, छोटा, नन्हा, मदद, सहायता, स्नेह, प्यार, विचित्र, अनोखा, प्रश्न, सवाल, रोग, बीमारी. അടുത്ത ചോദ്യം വായിച്ചു മനസ്സിലാക്കാൻ തന്നെയാണ്. പഠേ സംജെ. ഇതും ലഗി, ലഗ, ലഗായി അങ്ങനത്തെയൊക്കെ വേർഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. उसकी आवाज़ सुनकर बाकी प्रतिभागी दौड़ना छोड़ देखने लगे कि क्या हुआ. ആ കുട്ടിയുടെ ശബ്ദം കേട്ടിട്ട് ബാക്കിയുള്ള പാർട്ടിസിപ്പൻസ് ഓട്ടം നിർത്തി നോക്കാൻ തുടങ്ങി എന്താണ് സംഭവിക്കുന്നത്. അടുത്തത് എന്താ? फिर एक एक करके वे सब उस बच्चे की मदद के लिए उसके पास आने लगे. അവിടെ എന്താണ്? ലഗെ. അപ്പോൾ ഓരോരോ കുട്ടികൾ എന്താണ് ആ കുട്ടിയുടെ അടുത്തേക്ക് വന്നു. എന്തിനാണ്? ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ആ കുട്ടിയുടെ അടുത്തേക്ക് വന്നു തുടങ്ങി. ലड़के की दशा देख एक बच्चे ने उसे गले से लगा लिया. എന്താണ്? ലഗാ ലിയ. ആ കുട്ടിയുടെ ഒരു കണ്ടീഷൻ കണ്ടിട്ട് ഒരു ചെറിയ കുട്ടി ആ കുട്ടീനെ കെട്ടിപ്പിടിക്കുന്നു. സാരേ ബച്ചോ ने एक दूसरे का हाथ पकड़ा और मिलकर दौड़ लगाई. എല്ലാ കുട്ടികളും എന്താണ്? കയ്യും കോർത്ത് പിടിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് ഓടി. അപ്പം എന്താണ്? ലഗ, ലഗായി അങ്ങനത്തെ വാക്കുകൾ വെച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ്. അടുത്ത ചോദ്യം നമൂനയ്ക്ക് അനുസാർ ലിഖിം. അവർ താഴെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് നമ്മൾക്കത് ഫില്ല് ചെയ്യണം. ആദ്യത്തെ അവർ തന്നിട്ടുണ്ട്. എന്താണ്? കുട്ടികളൊക്കെ എന്താണ് അവിടെ? സ്വിം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ലड़के തैर रहे हैं എന്നാൽ ആൺകുട്ടികൾ അവിടെ സ്വിം ചെയ്യുന്നു, നീന്തുന്നു വെള്ളത്തിൽ. അതാണ് ആദ്യത്തെ രംഗം. ഇനി ബാക്കിയുള്ളത് നമ്മൾക്കൊന്ന് നോക്കാം.
അടുത്ത രംഗം എന്താ? കുട്ടികൾ കളിക്കുന്നതാണ് നമ്മൾക്ക് കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് എന്താണ് ഇതിൽ ഒരു ആൻസർ കൊടുക്കാൻ പറ്റുക? ഒന്ന് ഓർത്ത് നോക്കിയേ. എന്താണ്? ബച്ചേ ഖേൽ രഹേ ഹേ, കുട്ടികൾ കളിക്കുന്നു. അടുത്ത രംഗം എന്താണ്? ആരോട്? എന്താണ്? മീൻ പിടിക്കുന്ന ഒരു രംഗമാണ്. ആരാണ് മീൻ പിടിക്കുന്നത്? മച്ചുവാര മछली പകड़ रहा है. മച്ചുവാര എന്ന് പറഞ്ഞാൽ മീൻപിടുത്തക്കാരനെയാണ് നമ്മൾ പറയുന്നത്. മച്ചുവാര മछली പകड़ रहा है. അവസാനത്തെ ചിത്രം എന്താ? കുറേ ആൾക്കാർ വെള്ളം പിടിക്കുന്ന, ഒരു സ്ത്രീകൾ വെള്ളം പിടിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. അപ്പോൾ എന്താണ് നമുക്കത് എഴുതാൻ പറ്റുക? സഭി औरतें कुएं के पास पानी भरने के लिए खड़ी हैं. എല്ലാ സ്ത്രീകളും കിണറിൻ്റെ അടുത്ത് വെള്ളം പിടിക്കാൻ നിൽക്കുകയാണ്. സഭി औरतें कुएं के पास पानी भरने के लिए खड़ी है. नमूने के अनुसार वाक्यों को बदल कर लिखें. അവർ താഴെ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. നമുക്കത് സെൻറ്റൻസിനെ മാറ്റി എഴുതാനാണ് പറയുന്നത്. ശരിക്കും അത് ഫ്യൂച്ചർ ടെൻസിലേക്ക് എഴുതി മാറ്റാനാണ് പറയുന്നത്. എന്താണ്? വിക്രം വിശ്വനാഥ് സെ മില. വിക്രം വിശ്വനാഥിനെ കണ്ടുമുട്ടി. അത് ഫ്യൂച്ചറിൽ നമ്മൾ ഭാവിയിലേക്ക് എങ്ങനെയാണ് പറയാം? വിക്രം വിശ്വനാഥിനെ കണ്ടുമുട്ടും അല്ലെങ്കിൽ കാണും എന്നല്ലേ നമ്മൾ പറയാ ഫ്യൂച്ചർ ടെൻസ് വരുമ്പം. അങ്ങനെ തന്നെ എല്ലാ സെൻറ്റൻസും ഫ്യൂച്ചർ ടെൻസിലേക്ക് മാറ്റാനാണ് പറയുന്നത്. ഉസ്കാ ഉപദേശ് സുന. ആളുടെ അഡ്വൈസ് കേട്ടു. ഉൻകാ ഉപദേശ് സുനേഗ. ഉസ്കാ ഉപദേശ് സുനേഗ. അടുത്തത് എന്താണ്? ഉസ്കി ആഖേ ഖുലി. ആളുടെ കണ്ണുകൾ തുറന്നു. ഉസ്കി ആഖേ ഖുലേഗി. ആളുടെ കണ്ണുകൾ തുറക്കും. മോഹൻ മെഹനത്ത് കർക്കെ ധൻ കമായ. ഹാർഡ് വർക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി. മെഹനത്ത് കർക്കെ ധൻ കമായേഗ. ഹാർഡ് വർക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കും. സുഖ് സേ രഹനെ ലഗ. സന്തോഷത്തോടു കൂടി ജീവിച്ചു തുടങ്ങി. സുഖ് സേ രഹനെ ലഗേഗ. സന്തോഷത്തോടു കൂടി ജീവിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമൂനെ കെ അനുസാർ വാക്യോം കോ മിലാവോ. ഇവിടെ നമുക്ക് സെൻറ്റൻസ് കണക്ട് ചെയ്യാനാണ് അവർ പറയുന്നത്. ഫസ്റ്റ് എന്താ? ഹമാരെ രംഗ് ഗ്രൂപ്പ് അലഗ് ഹേ, ഹം സബ് ഭാരതീയ ഹേ. രണ്ട് സെൻറ്റൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് രണ്ടും എന്താണ്? ലേക്കിൻ വെച്ചിട്ട്, പക്ഷേ വെച്ചിട്ടാണ് കണക്ട് ചെയ്യാൻ പറയുന്നത്. നമ്മുടെ രൂപം, രംഗ്, കളറൊക്കെ വേറെ ആയാലും പക്ഷേ നമ്മളെല്ലാവരും ഭാരതീയരാണ്. ഹമാരെ രംഗ് ഗ്രൂപ്പ് അലഗ് ഹേ ലേക്കിൻ ഹം സബ് ഭാരതീയ ഹേ. അപ്പോൾ അടുത്ത സെൻറ്റൻസും അങ്ങനെ കണക്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ എന്താണ്? നന്ദു തിത്ലി കെ പീछे ദോടാ വ പകഡ് ന പായ. നന്ദു പൂമ്പാറ്റയുടെ പിന്നാലെ ഓടി, നന്ദുവിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ എങ്ങനെയാണ്? നന്ദു പൂമ്പാറ്റയുടെ പിന്നാലെ ഓടി, പക്ഷേ നന്ദുവിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയല്ലേ പറയാം? അപ്പം അതെങ്ങനെയാണ് നമ്മൾ ഹിന്ദിയിൽ എഴുതുക? നന്ദു തിത്ലി കെ പീछे ദോടാ ലേക്കിൻ വ പകഡ് ന പായ. നമുക്കൊരു കണ്ടിന്യൂഷനിൽ എഴുതാം കേട്ടോ. ഞാൻ രണ്ടെണ്ണത്തിൽ അങ്ങനെ ആക്കിയത് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു കണ്ടിന്യൂസ് സെൻറ്റൻസിൽ തന്നെ എഴുതണം. നന്ദു തിത്ലി കെ പീछे ദോടാ ലേക്കിൻ വ പകഡ് ന പായ. നന്ദു പൂമ്പാറ്റയുടെ പിന്നാലെ ഓടി, പക്ഷേ അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി ചാപ്റ്ററും ഇതിൻ്റെ ആക്ടിവിറ്റീസും ഇവിടെ തന്നെ അവസാനിക്കുന്നു. കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞാനത് റിവ്യൂ ചെയ്തിട്ട് അതിനുള്ള റിപ്ലൈ തരുന്നതാകും. അടുത്ത സെഷനിൽ പുതിയൊരു ചാപ്റ്ററുമായി തിരിച്ച് കണ്ടുമുട്ടാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ബൈ.